ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 4 ക്ലാസ്സുകൾ എടുത്തിരുന്നു. 4 കോഡ് വെച്ചാണ് എടുത്തത്. ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പം നമ്മൾ കോൺകോഡ് എന്നൊരു ഭാഗമാണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ക്ലാസ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ ആ പോർഷൻ നമുക്ക് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിൽ നിന്ന് ഫുൾ മാർക്ക് ലഭിക്കണം. കാരണം ഏത് എക്സാം ആണെങ്കിലും ഇംഗ്ലീഷ് നിങ്ങളുടെ സിലബസിലുണ്ടോ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തീർച്ചയായിട്ടും ഈ കോൺകോഡ് എന്ന ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളെല്ലാം കോഡ് വെച്ചാണ് പഠിച്ചതില്ലേ. 4 ദിവസത്തെ കോഡുകളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഫസ്റ്റ് ദിവസം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ദിവസം നമ്മൾ പറഞ്ഞ കോഡ് എന്തായിരുന്നു? എ നോട്ട് പ്ലീസ് അല്ലേ. എ നോട്ട് പ്ലീസ് എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ദിവസം പറഞ്ഞ കോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? ആ പ്ലീസിലെ PS എന്താണ്? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും അല്ലേ. അതിലെ എ നോട്ട് എന്നുള്ളത് എ എന്നുള്ളത് എ പെയർ ഓഫ് ആണ്, എൻ എന്നുള്ളത് നൈദർ ഓഫ് ആണ്, ഓ എന്നുള്ളത് 1 ഓഫും നോട്ട് 1 ഓഫ്, അതുപോലെ 1 and a half. ഓക്ക് 3 എണ്ണം ഉണ്ട്. 1 ഓഫ് ഉണ്ട്, 1 and a half ഉണ്ട്, അതേപോലെ നോട്ട് 1 ഓഫ് ഉണ്ട്. ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ നമ്പർ ഓഫ് ആയിരുന്നു. ഇ എന്ന് പറഞ്ഞത് ഐദർ ഓഫ്, ഈച്ച് ഓഫ്, ഈച്ച് 1 ഓഫ്, എവരി 1 ഓഫ്. ഈ വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കണം അല്ലെ. നമ്മൾ ഒരുപാട് എക്സാമ്പിളുകൾ ചെയ്തതാണ്. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. രണ്ടാമത്തെ ദിവസം നമ്മൾ പറഞ്ഞ കോഡ് എന്തായിരുന്നു? 2 ഭാഗത്തായി നിൽക്കുന്ന ആളുകളിലെ ഒരു വാക്കിന്റെ ഭാഗമാണെങ്കിലും 2 സ്ഥലത്തായി പോയി നിൽക്കുന്ന ആളുകളുണ്ട് അല്ലെ. എക്സാമ്പിൾ എന്താണ്? ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബോത്ത് ആൻഡ്. അപ്പൊ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോൾ എന്താണ്? രണ്ടാമത്തെ സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം. 2 ഭാഗത്തായി നിൽക്കുന്ന ആളുകൾ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം വെർബ് വയ്ക്കാൻ. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഓറും നോറും കൂടി ഇതേ സ്വഭാവമാണല്ലേ കാണിക്കുന്നത്. ഐദർ ഓറിന്റെയും നൈദർ നോറിന്റെയും കൂടെ കൂടിയിട്ട് ഓറും നോറും ഇതേ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ സബ്ജക്റ്റിനെ നോക്കി വേണം നമ്മൾ വെർബ് വയ്ക്കാൻ. ആ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? വിത്ത്, along with, together with, as well as much as, more than, rather than, like, unlike, including, excluding, അതുപോലെ in addition to, in the company of, accompanied by, but, beside, except അല്ലെ. ഇത്രയും വാക്കുകളാണ് ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ. ഇങ്ങനെ ഈ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സബ്ജക്റ്റിനെ നോക്കി വേണം വെർബ് വയ്ക്കാൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം നമ്മൾ പറഞ്ഞ കോഡ് എന്തായിരുന്നു? സിംഗിൾ സീൻ അല്ലെ. സിംഗിൾ സീൻ. അതിൽ ആ സിംഗിൾ എന്നുള്ളത് സിംഗുലർ വെർബ് വെക്കണം. ഏതൊക്കെ വരുമ്പോഴാണ്? ആ സീനിന്റെ സ്പെല്ലിങ് നമ്മ പറഞ്ഞ സീനിന്റെ സ്പെല്ലിങ് SEAN ആയിരുന്നു. SEAN. എസ് എന്ന് പറഞ്ഞാൽ സംവൺ, സംബഡി, സംതിങ്, സംവേർ. ഇ എന്ന് പറയുമ്പോൾ എവരിവൺ, എവരിബഡി, എവരിതിങ്, എവരിവേർ. എ എന്ന് പറയുമ്പോൾ എനിബഡി, എനിവൺ, എനിത്തിങ്, എനിവേർ. അതേപോലെ എൻ എന്ന് പറയുമ്പോൾ നോ വൺ, നോബഡി, നത്തിങ്, നോവർ. ഈ വാക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെക്കാനേ പാടുള്ളൂ? സിംഗുലർ വെർബേ വെക്കാൻ പാടുള്ളൂ. നാലാമത്തെ ദിവസം നമ്മൾ പറഞ്ഞ കോഡ് എന്ന് പറഞ്ഞത് SS-ൽ എനിക്ക് MA ഡബിൾ MA ഉണ്ടെന്നല്ലേ. SS-ൽ എനിക്ക് ഡബിൾ MA ഉണ്ട്. ഒരു MA എന്ന് പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ മെനി എയും മെനി ആനുമായിരുന്നു. മെനി എയും മെനി ആനുമായിരുന്നു. രണ്ടാമത്തെ M എന്ന് പറഞ്ഞത് നമ്മൾ മോർ ദാൻ 1 അല്ലെ. മോർ ദാൻ 1 ആയിരുന്നു. ഈ മോർ ദാൻ 1 വന്നാൽ എന്താണ്? സിംഗുലർ ആണ്. SS എന്ന് പറഞ്ഞാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും അല്ലെ. SS എന്ന് പറഞ്ഞാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും ആണ്. അതിലെ MA എന്ന് പറഞ്ഞാൽ ഒരു MAയുടെ മെനി എയും മെനി ആനും. രണ്ടാമത്തെ M എന്ന് പറയുന്നത് മോർ ദാൻ 1 ആയിരുന്നു. പക്ഷെ മോർ ദാൻ 2 വന്നു കഴിഞ്ഞാൽ റൂൾ വ്യത്യാസം ഉണ്ട് അല്ലെ. മോർ ദാൻ 2 ആയി കഴിഞ്ഞാൽ രണ്ടും പ്ലൂറൽ ആവും. പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമായി മാറും എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുഴുവനും കോഡല്ല, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഈ 4 ദിവസവും നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കൊണ്ടുവന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ് കാണാം. ഇപ്പൊ കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ എന്തോ കുറെ കോഡും ആകെ കൂടി ഒരു കൺഫ്യൂഷൻ പോലെയൊക്കെ തോന്നും. പക്ഷെ വളരെ സിമ്പിളാണ്. ആ ക്ലാസ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് വളരെയധികം സിമ്പിൾ ആയിട്ട് 1 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് കണ്ടതിന് ശേഷം കാണാത്തവർ ഈ ക്ലാസ് കണ്ടാൽ മതി. നിങ്ങൾ എല്ലാവരും 4 ക്ലാസ്സുകളും കണ്ടു, നന്നായി പഠിച്ചു, മനസ്സിലാക്കി എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ 5ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്ന ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് മാത്രം ഉപയോഗിക്കുന്ന കേസുകളാണ്. അതായത് സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമുക്ക് ആ സബ്ജക്ട് നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ട്, സിംഗുലർ ആയിട്ടുള്ള നൗൺ വന്നാലാണ് സിംഗുലർ ആയിട്ടുള്ള വെർബ് വയ്ക്കുക അല്ലെ. സിംഗുലർ നൗൺ വന്നാലാണ് സിംഗുലർ വെർബ് വയ്ക്കാം. അപ്പൊ നമ്മൾ സാധാരണ ഒരു നൗണിനെ എങ്ങനെയാണ് പ്ലൂറൽ ആക്കി മാറ്റുക? S ചേർത്തിട്ടാണ് അല്ലെ. ഒരു നൗണിനെ നമ്മൾ S ചേർത്ത് കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആയി മാറും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബുക്ക് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. ബുക്കിന്റെ കൂടെ S ഇട്ട് കൊടുത്തു. ബുക്സ് എന്ന് പറയുമ്പോൾ അതെന്തായി മാറി? പ്ലൂറൽ ആയി മാറി. അതേപോലെ തന്നെ നമ്മൾ കാർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. കാറിന്റെ കൂടെ S ഇട്ട് കാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആയി മാറും അല്ലേ. അപ്പൊ സാധാരണ ഈ നൗണിന്റെ കൂടെ S ഇടുമ്പോൾ എന്തായി മാറും? അത് പ്ലൂറൽ ആയി മാറും.
പക്ഷെ ചില നൗണുകളുണ്ട്, അവർ നമ്മളെ പറ്റിക്കുകയാണ്. അവർ ശരിക്കും എന്താണ്, സിംഗുലർ തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് ഫിസിക്സിന്റെ അവസാനം എസ് ആണല്ലേ, ഫിസിക്സ്. മാത്തമാറ്റിക്സ് അല്ലെ, എല്ലാം എസ്സിലാണ് അവസാനിക്കുന്നത്. ആ സൗണ്ടും അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് പ്ലൂറൽ ആണെന്നല്ലേ, പക്ഷെ എന്താണ്, അവർ സിംഗുലർ ആണ്. കാരണം അതൊരു സബ്ജക്റ്റിന്റെ പേരല്ലേ. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഊർജ്ജതന്ത്രം. അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗണിതം അല്ലെ. അപ്പൊ അവർ ശരിക്കും സിംഗുലർ ആണ്. അപ്പൊ ഇങ്ങനെ സബ്ജക്റ്റിന്റെ പേരിന്റെ കൂടെയൊക്കെ എസ് ചേർത്ത് വന്നാലും അതെന്താണ്, സിംഗുലർ വെർബ് മാത്രമേ അതിന്റെ കൂടെ വെക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ചില അസുഖങ്ങളുണ്ട്. അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ റിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. PSC പഠിക്കുന്നവർ എന്തായാലും റിക്കറ്റ്സ്, മംസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അത് പ്ലൂറലായി തോന്നും. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ പ്ലൂറൽ വെർബിനെ കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം അസുഖങ്ങളുടെ പേര്, അതേപോലെ തന്നെ ബുക്കുകളുടെ പേര്, സബ്ജക്റ്റുകളുടെ പേര്. ഇപ്പൊ നമ്മൾ അറിയാലോ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലെ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്. തിങ് എന്ന് പറഞ്ഞാൽ സിംഗുലറും തിങ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറലുമാണ് അല്ലെ. തിങ് എന്ന് പറഞ്ഞാൽ സിംഗുലറും തിങ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പൊ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് പ്ലൂറലാണ് അല്ലെ. പക്ഷെ തെറ്റാ, അത് സിംഗുലർ ആണ്. കാരണം എന്താ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ളത് ഒരു പുസ്തകത്തിന്റെ പേരാണ് അല്ലെ, ഒരു ബുക്കിന്റെ പേരല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ബുക്കിന്റെ പേര്, അതേപോലെ ഒരു സബ്ജക്റ്റിന്റെ പേര്, അല്ലെങ്കിൽ ഒരു അസുഖത്തിന്റെ, ഡിസീസിന്റെ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പേരുകൾ വരുമ്പോൾ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് അതിന്റെ കൂടെ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ചില രാജ്യങ്ങളുടെ പേരുണ്ടായിരിക്കും, സ്ഥലത്തിന്റെ പേരുണ്ടായിരിക്കും അല്ലെ, അതേപോലെ സ്ഥാപനങ്ങളുടെ പേരൊക്കെ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ എസ് ചേർത്ത് വരും. പക്ഷെ എന്താണ്, അതൊക്കെ പേരുകളാണ് അല്ലെ, പേരുകളല്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെ, US എന്നുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയും. പക്ഷെ അതെന്താണ്, ഒരു രാജ്യത്തിന്റെ പേരല്ലേ, അതിന്റെ കൂടെ എസ് ചേർത്ത് വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും പ്ലൂറലായി മാറില്ല. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ സിംഗുലർ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. യുണൈറ്റഡ് നേഷൻസ്, അപ്പൊ യുഎന്റെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നു. അപ്പൊ എസ് ചേർത്ത് വന്നു എന്ന് വെച്ച് അത് പ്ലൂറൽ അല്ല, അതിന്റെ കൂടെ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അസുഖങ്ങളുടെ പേരാകാം, ബുക്കിന്റെ പേരാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരാകാം, സബ്ജക്റ്റിന്റെ പേരാകാം, വ്യക്തികളുടെ പേരാവാം. ഇപ്പൊ ആർക്കമിഡീസ് അല്ലെ, ആർക്കമിഡീസ് എന്ന് പറയുമ്പോൾ എസ് ചേർത്താണ് വരുന്നത്. പക്ഷെ അങ്ങനെ പേരുകളെല്ലാതും നമ്മൾ എന്താണ്, സിംഗുലർ ആയിട്ടേ കണക്കാക്കുള്ളൂ. അതുകൊണ്ട് അതിന്റെ കൂടെ എല്ലാം നമ്മൾ സിംഗുലർ വെർബ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ കളികളുടെ പേരാവാം. ഇപ്പൊ നമ്മൾ സാധാരണ ടെന്നീസ് എന്ന് പറയുമ്പോൾ എസ് അല്ല അവസാനം വരുന്ന, ടെന്നീസ്, ബില്ലിയാർഡ്സ്, ഇങ്ങനെ എസ്സുകൾ ചേർന്ന് വരുന്ന കളികളുണ്ട്. അപ്പൊ അത് എസ് ചേർന്ന് വന്നു എന്ന് കരുതിയിട്ട് അത് പ്ലൂറൽ ആണെന്ന് വിചാരിക്കരുത് നിങ്ങൾ. അതിന്റെ കൂടെ സിംഗുലർ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ സബ്ജക്റ്റിന്റെ പേര് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് അല്ലെ, എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അസുഖങ്ങള് എയ്ഡ്സ്, ഇപ്പൊ നമ്മൾ റിക്കറ്റ്സ്, മംസ് പോലെ പറഞ്ഞ പോലെ എയ്ഡ്സ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് പ്ലൂറൽ ആണെന്ന് വിചാരിക്കരുത്, അതൊരു പേരാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതാണ് സിംഗുലർ വെർബ് വെക്കേണ്ട ഒന്നാമത്തെ കേസ്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, സബ്ജക്റ്റ്, ബുക്ക്, ഡിസീസ് ഇവകളുടെ പേരുകൾ, അതുപോലെ രാജ്യത്തിന്റെ, സ്ഥലങ്ങളുടെ, സ്ഥാപനങ്ങളുടെ, ഹോട്ടലുകളുടെ, ഇങ്ങനത്തെ പേരുകൾ, ഇതിന്റെ പേരിന്റെ ഒക്കെ കൂടെ നമ്മൾ എന്ത് വെക്കാൻ പാടുള്ളൂ, സിംഗുലർ വെർബ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇനി കുറച്ച് വാക്കുകൾ, ആ വാക്കുകളുടെ കൂടെയും നമ്മൾ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ ഫസ്റ്റ് അതൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, അതിനുശേഷം ആ വാക്കുകളെ ഞാനൊന്ന് കോഡിലൂടെ കണക്ട് ചെയ്തുതരാം. ഈ വാക്കുകൾ എന്ന് പറയുന്നത് ബാഗേജ്, ലഗേജ്, ന്യൂസ്, ഇൻഫർമേഷൻ, ഫർണിച്ചർ, ഫുഡ്, ക്ലോത്തിങ്, സീനറി, പ്രോഗ്രാം, ക്രോക്കറി, കട്ട്ലറി, പോയട്രി, വാട്ടർ, സ്റ്റേഷനറി, എക്യുപ്മെന്റ്, ഫുട്വെയർ, മെഷീനറി, സമ്മൺസ്. ഇത്രയും വാക്കുകളുടെ കൂടെ നമ്മൾ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിയമമാണ്. അപ്പൊ ഇത്രയും വാക്കുകൾ നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ പഠിച്ചു വെക്കാൻ സാധ്യമല്ല. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറി പറയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. സ്റ്റോറി നമ്മൾ രാവിലെ നേരത്തെ നമ്മൾ എഴുന്നേൽക്കാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം, സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രാവിലെ നേരത്തെ എഴുന്നേൽക്കും അല്ലേ. എഴുന്നേറ്റ് വന്ന് നമ്മൾ പല്ലും തേച്ച് നമ്മൾ മുഖം കഴുകി, മുഖം വന്ന് തുടയ്ക്കും. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെന്ന് വിചാരിക്കുക. പുറത്തേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും, നല്ലൊരു സീനറി ആയിരിക്കില്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ടാവും. അത്യാവശ്യം മൂടൽ മഞ്ഞും എല്ലാം കൂടി നല്ല ഭംഗിയായിരിക്കും അല്ലേ. ചെറിയ സൂര്യപ്രകാശം ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും നമുക്ക് കാണാൻ. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സീനറി ആയിരിക്കും. നമുക്കൊരു പോയട്രി ഒക്കെ എഴുതാൻ സാധിക്കില്ലേ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിൽ തന്നെ നമ്മൾ പ്രോഗ്രാം എന്ന വാക്ക്. ഇനി നമ്മൾ വന്ന് മുഖം കഴുകുന്നു, വെള്ളം കൊണ്ടല്ലേ മുഖം കഴുകുന്നത്, അപ്പോൾ വാട്ടർ. ഇനി അത് മുഖം തുടച്ചു, മുഖം തുടയ്ക്കുന്നത് നമ്മൾ തുണി കൊണ്ടാണ്, ക്ലോത്തിങ് അല്ലെ, ക്ലോത്തിങ്. അതിനുശേഷം നമ്മൾ വന്ന് പുറത്ത് നോക്കുമ്പോൾ എന്താണ്, നല്ലൊരു സീനറി കാണുന്നു. അപ്പോൾ സീനറി കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ ഒരു പോയട്രി ഒക്കെ വരും. അപ്പോൾ പോയട്രി എന്ന് പറഞ്ഞ വാക്ക്. അപ്പോൾ എത്ര വാക്കുകൾ നമ്മൾ പറഞ്ഞു? ഫസ്റ്റ് പ്രോഗ്രാം, പിന്നെ വാട്ടർ, പിന്നെ ക്ലോത്തിങ്, സീനറി, പോയട്രി. ഇപ്പൊ തന്നെ 5 വാക്കുകളായിട്ടോ. ഇനി അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അല്ലേ, രാവിലെ തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, നമുക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇഡ്ഡലി ആയിരിക്കാം, ദോശയായിരിക്കാം, അല്ലെങ്കിൽ ഉപ്പുമാവായിരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പുട്ടായിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ നമുക്ക് എന്താണ് അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ റവയോ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം വേണ്ടി വരുമല്ലേ. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ എന്താണ്, സ്റ്റേഷനറി സാധനങ്ങളാണ് അല്ലേ, സ്റ്റേഷനറി സാധനങ്ങളാണ് ഇതെല്ലാം. നമ്മളിതൊക്കെ എടുത്തു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പച്ചമുളകോ ഉള്ളിയോ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നല്ല മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു ആയുധം വേണം, കത്തി പോലെയൊക്കെ, നമുക്ക് അതിനെ കട്ട്ലറി എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകരണം വേണം. പിന്നെ നമുക്ക് ചിലപ്പോൾ പാലൊക്കെ പിരിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഒന്ന് അടിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനത്തെ മെഷീനറി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും ഇല്ലേ, മെഷീനറി എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സുകൾ നമുക്ക് ആവശ്യം വരും. ഇനി ഇതിനൊക്കെ ശേഷം നമ്മൾ ഇപ്പോൾ ഇത് പാചകം ചെയ്തു, നമ്മൾ അത് പകർത്തുന്നത് പ്ലേറ്റിലേക്കായിരിക്കും അല്ലെ, ചായ പകർത്തുന്നത് കപ്പിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ ക്രോക്കറി എന്ന് പറയാം. ഇനി ഇത് കഴിഞ്ഞ് ഇത് നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത് ടേബിളിലാണ് അല്ലെ, ടേബിൾ എന്ന് പറയുന്നത് ഫർണിച്ചറാണ്. ഇനി നമ്മൾ ആ ഫർണിച്ചറിലിരുന്ന് അവിടെ നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കും. സാധാരണ എല്ലാവരും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടല്ലോ, ന്യൂസ് പേപ്പർ വായിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ ഒരുവിധം വാക്കുകളെല്ലാം കഴിഞ്ഞു. അതായത് നമ്മൾ ഈ സീനറി ഒക്കെ കണ്ടു, പോയിട്ടൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്, സ്റ്റേഷനറി സാധനങ്ങൾ എടുക്കുകയാണ് പാചകം ചെയ്യാൻ. അപ്പോൾ സ്റ്റേഷനറി എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിയോ മൂർച്ചയുള്ള എന്തെങ്കിലും ഉപകരണം എടുക്കുന്നു, അതിന് നമ്മൾ കട്ട്ലറി എന്ന് പറയും, കട്ട്ലറി എന്ന വാക്ക്. പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ്, മിക്സിയിൽ പാലെങ്ങാനും പിഴിയാൻ വേണ്ടി മിക്സിയിൽ അടിക്കുകയാണല്ലേ. അപ്പം നമ്മൾ മെഷീനറി, പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് എന്നുള്ള വാക്കും. അതിനുശേഷം നമ്മൾ ഈ ഇതൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എന്തിലേക്ക് പകർത്തുന്ന, പ്ലേറ്റിലേക്കും കപ്പും സോസറിലേക്കും അങ്ങനെയൊക്കെ ആയിട്ട് പകർത്താണ്. അപ്പോൾ ക്രോക്കറി. ഇനി ഇത് കൊണ്ടുവന്ന് നമ്മൾ എവിടെയാണ് വെക്കുന്നത്, ടേബിളിലാണ് വെക്കുന്നത്. ഫർണിച്ചർ എന്നുള്ള വാക്ക്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണല്ലേ, അപ്പോൾ ഫുഡ് എന്നുള്ള വാക്ക്. പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നു, അപ്പം ന്യൂസ്. പിന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുന്നു, ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പം ന്യൂസ്, ഇൻഫർമേഷൻ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകണമല്ലേ, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട്, നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗും നമ്മുടെ ലഗേജും ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ലഗേജ് ഇതൊക്കെ എടുത്ത് നമ്മൾ ഫുഡ് വെയർ ഒക്കെ ഇട്ട് നമ്മൾ പോകാണ്. അപ്പോൾ ഈ സ്റ്റോറിൽ നമ്മുടെ ആവശ്യമുള്ള എല്ലാ വാക്കുകളും വന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. ഒറ്റ വാക്ക് മാത്രം ഇതിൽ വരാത്തതായിട്ടുള്ളൂ. അത് സമൻസ് ആണ്. സമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാറില്ലേ, സമൻസ് അയച്ചു എന്നൊക്കെ. കോടതികളൊക്കെ നമ്മൾ നിർബന്ധപൂർവ്വം വിളിപ്പിക്കുന്നതിന് എന്ത് പറയും, സമൻസ് എന്ന് പറയും അല്ലെ. അപ്പോൾ ഈ സമൻസ് എന്ന വാക്കിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ, സിംഗുലർ വെർബ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെ വാക്കാണ് പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളിത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരിക്കലും മറക്കില്ല, ഇത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുമ്പോൾ വിഷ്വലൈസ് ചെയ്യുക. രാവിലെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് വന്നു, മുഖം കഴുകി, നമ്മൾ അവിടെ കിടക്കുന്ന കർച്ചീഫോ ടവലോ എടുത്ത് നമ്മൾ മുഖം തുടച്ചു, പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ നല്ലൊരു സീനറി കാണുന്നു. നമ്മുടെ മനസ്സിലേക്ക് ഒരു പോയട്രി ഒക്കെ വരുന്നു അല്ലേ. അപ്പോൾ തന്നെ ഏതൊക്കെ വാക്കുകളായി, പ്രോഗ്രാം, വാട്ടർ, ക്ലോത്തിങ്, സീനറി, പോയട്രി അല്ലേ. അതിനുശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് കട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള കട്ട്ലറി സാധനങ്ങൾ എടുത്തു. പിന്നെ നമുക്ക് ഇതിന്റെ പാല് പിഴിയണം. അപ്പം നമ്മൾ ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത്, നൂലപ്പം എന്നൊക്കെ പറയില്ല, അതാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അതിലേക്ക് പാല് പിഴിയണം. അപ്പം നാളികേരം പൊളിക്കാനും അല്ലെ ചെരുകാനുള്ള ചിരവൊക്കെ വേണം. അതിനൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എക്യുപ്മെന്റ്സ് എന്ന് പറയാം. എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ ഇത് നാളികേരം നമുക്ക് അടിച്ച് പാല് പിഴിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു മെഷീനറി വേണം അല്ലെ, ഒരു മെഷീൻ വേണം. മിക്സി എന്ന് പറഞ്ഞൊരു മെഷീൻ വേണം. അപ്പം മെഷീനറി. ഇനി അതിനൊക്കെ ശേഷം നമ്മൾ എല്ലാം പാചകമൊക്കെ ചെയ്ത് അത് പകർത്താൻ വേണ്ടി നമുക്ക് ക്രോക്കറി ഐറ്റംസ് വേണം, പാത്രങ്ങൾ വേണം. ക്രോക്കറി വന്നു. അതിനുശേഷം നമ്മൾ അത് കൊണ്ടുവന്ന് എവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, ടേബിളിൽ വെച്ചിട്ടാണ്. ടേബിൾ ഒരു ഫർണിച്ചറാണ്. അപ്പം നമ്മൾ അത് കഴിക്കുന്നതോടൊപ്പം തന്നെ ന്യൂസ് വായിക്കുകയാണ്. ന്യൂസിൽ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നു. നമ്മൾ അതിനുശേഷം റെഡി ആയിട്ട് നമ്മുടെ ബാഗും ലഗേജും എല്ലാം എടുത്തിട്ടില്ല. അപ്പോൾ ലഗേജ് അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫുഡ് വെയർ ഇട്ടുകൊണ്ട് പോകുന്നു അല്ലേ. അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ട്, സമൻസ് എന്നും കൂടെയുള്ള വാക്കുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വാക്കുകളുടെ കൂടെ എല്ലാം നമ്മൾ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ, സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് PSC പലതവണ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഈ വാക്കുകളൊക്കെ വന്നാൽ നമ്മൾ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കേസിലും സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് എന്താണ്, പേരുകൾ വരുമ്പോഴേ, അതായത് സബ്ജക്റ്റിന്റെ പേരാവാം, ബുക്കിന്റെ പേരാവാം, ഡിസീസിന്റെ പേരാവാം, സ്ഥാപനങ്ങളുടെ പേരാവാം, സ്ഥലത്തിന്റെ പേരാവാം, അല്ലെ, ഇങ്ങനത്തെ പേരുകളുടെ കൂടെ ഒക്കെ നമ്മൾ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ പേരിന്റെ കൂടെ എസ് ചേർത്തിട്ടുണ്ട്, ഇപ്പൊ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, അങ്ങനെ എസ് ചേർന്ന് വരുന്നു എന്ന് കരുതിയിട്ട് ഒരിക്കലും പ്ലൂരൽ വെർബ് വെക്കാൻ പറ്റില്ല. പേരുകളുടെ കൂടെ നമ്മൾ എപ്പോഴും സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് കുറച്ച് വാക്കുകളാണ് അല്ലെ പറഞ്ഞത്. ആ വാക്കുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മയുണ്ടാവണം. ആ വാക്കുകളുടെ കൂടെ നമ്മൾ എന്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ, സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇനി നമ്മൾ പറയുന്നത് പ്ലൂരൽ വെർബ് മാത്രം ഉപയോഗിക്കുന്ന കേസാണ്. പ്ലൂരൽ വെർബ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതൊന്നുമില്ല, നമ്മൾ ഒറ്റ സാധനമായിരിക്കും, ഒരു വസ്തു ആയിരിക്കും, പക്ഷെ അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പാൻസ്, ട്രൗസേഴ്സ്, അല്ലെ, അങ്ങനെയൊക്കെ എന്താണ്, നമ്മൾ സോക്സ്, ഇതിനൊക്കെ ഷൂസ്, ഇതൊക്കെ എന്താണ്, ഒരെണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ സാധിക്കില്ല അല്ലെ. ഒരു സോക്സ് മാത്രമായിട്ട്, ഒരു ഷൂ മാത്രമായിട്ട്, ഒരു ചപ്പല് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനെല്ലാത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുള്ള വസ്തുക്കളുണ്ടല്ലോ, ഈ വസ്തുക്കളുടെ കൂടെ എല്ലാം നമ്മൾ പ്ലൂരൽ വെർബ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതായത് സ്പെക്ടാക്കിൾസ്, സിസേഴ്സ്, കത്രികക്ക് അങ്ങനെയല്ലേ സിസേഴ്സ്, അതേപോലെ പാൻസ്, ട്രൗസേഴ്സ്, ഷൂസ്, സോക്സ്, ചപ്പൽസ്, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുള്ള വസ്തുക്കൾ. നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ അതിന് ഈ രണ്ട് ഭാഗങ്ങൾ കമ്പൽസറി ആയിട്ട് ഈ രണ്ട് ഭാഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് വരുന്ന വസ്തുക്കളുടെ കൂടെ എല്ലാം നമ്മൾ പ്ലൂരൽ വെർബ് ഉപയോഗിക്കുള്ളൂ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, രണ്ട് പാർട്ടായിട്ട് വരുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മുന്നിൽ എ പെയർ ഓഫ് എന്നുള്ള വാക്കുണ്ടെങ്കിൽ, എ പെയർ ഓഫ് ഷൂസ്, എ പെയർ ഓഫ് ട്രൗസേഴ്സ്, അല്ലെ, അല്ലെങ്കിൽ എ പെയർ ഓഫ് സിസേഴ്സ്, അങ്ങനെ എന്തെങ്കിലും എ പെയർ ഓഫ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ റൂള് മാറി. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എ നോട്ട് പ്ലീസ് എന്നുള്ളത്. എ നോട്ട് പ്ലീസിൽ എ എന്താണ്, എ എന്നുള്ളത് എ പെയർ ഓഫ് ആണ്. അപ്പൊ എ പെയർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലീസ് പ്ലൂരൽ നൗണും സിംഗുലർ വെർബും വെക്കണം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എ പെയർ ഓഫ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ റൂള് മാത്രമേ എടുക്കുള്ളൂ, പ്ലൂരൽ നൗണും സിംഗുലർ വെർബുമാണ്. ഇല്ല, എ പെയർ ഓഫ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ട്രൗസേഴ്സ്, സിസേഴ്സ്, പാൻസ്, അങ്ങനെയൊക്കെ ഇല്ലേ, നമ്മ ബൈനോക്കുലേഴ്സ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളുള്ള ഏതെങ്കിലും ഒരു വസ്തു തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ പ്ലൂരൽ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്കവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് കണ്ടില്ലേ, മൈ സ്പെക്ടാക്കിൾസ് ഡാഷ് മിസ്സിങ്. കണ്ട, സ്പെക്ടാക്കിൾസ് എന്നുള്ളത് നമ്മളവിടെ പ്ലൂരൽ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ പ്ലൂരൽ വെർബ് വെക്കണം. തന്നിരിക്കുന്നതിൽ പ്ലൂരൽ വെർബ് ഏതാണ്, ആറാണ്. അപ്പൊ ആൻസർ 6 എന്നാണ് വരാം. അതേപോലെ തന്നെ മൈ ചപ്പൽസ് ആർ വെരി കോസ്റ്റ്ലി എന്നാണ് പറഞ്ഞത്, ഈസ് വെരി കോസ്റ്റ്ലി എന്നല്ല പറഞ്ഞത്, ആർ വെരി കോസ്റ്റ്ലി എന്നാണ്. അപ്പൊ മൈ ചപ്പൽസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും പ്ലൂരൽ ആയിട്ട്, അത് രണ്ട് പാർട്ട് ഉണ്ടെങ്കിൽ, അത് രണ്ട് പാർട്ടോടെ കമ്പൽസറി ആണ്, രണ്ടും ഉണ്ടെങ്കിലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടയാണെങ്കിലും ഒരു ഭാഗത്ത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുമോ, ഇല്ലല്ലോ, രണ്ട് ഭാഗം വേണം അല്ലെ. സിസേഴ്സ് ആണെങ്കിൽ രണ്ട് ഭാഗം വേണം. അങ്ങനെ രണ്ട് ഭാഗം കമ്പൽസറി ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ, അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും പ്ലൂരൽ വെർബേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ടാണ് മൈ ചപ്പൽസ് കഴിഞ്ഞിട്ട് 6 വന്നത്, ഈസ് വെച്ചില്ല, 6 വെച്ചത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതേപോലെ തന്നെ കുറച്ച് വാക്കുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സിംഗുലർ വെർബ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ കുറച്ച് വാക്കുകളില്ലേ, അതേപോലെ തന്നെ നമ്മുടെ പ്ലൂരൽ വെർബ് മാത്രം ഉപയോഗിക്കാനേ പാടുള്ളൂ എന്ന് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾ വന്നാൽ നമ്മളവിടെ പ്ലൂരൽ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എക്സാമ്പിൾ നമ്മൾ പോലീസ്, പീപ്പിൾ അല്ലെ, പോലീസ്, പീപ്പിള്, പിന്നെ പബ്ലിക്, കാറ്റില്, 3 പീകൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്, പോലീസ്, പീപ്പിള്, അതുപോലെ പബ്ലിക്, അതേപോലെ തന്നെ കാറ്റിൽ. ഈ വാക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ പ്ലൂരൽ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏതൊക്കെയാണ്, പോലീസ്, പീപ്പിള്, പബ്ലിക്, കാറ്റിൽ. ഈ വാക്കുകൾ വന്നാൽ അതിന്റെ കൂടെ പ്ലൂരൽ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് കുറച്ച് എക്സാമ്പിളുകളും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഡൗട്ട് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ മാറും. ആദ്യത്തേത് നമ്മുടെ ഫീൽഡ് അസിസ്റ്റന്റ് 2017 ചോദിച്ചൊരു ചോദ്യമാണ്, ഫിസിക്സ് ഡാഷ് ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെ, ഫിസിക്സ് ഡാഷ് ബ്രാഞ്ച് ഓഫ് സയൻസ്. അവിടെ ഓപ്ഷനിൽ സിംഗുലർ വെർബായി വന്നിരിക്കുന്നത് ഈസും വാസുമാണ് വന്നിരിക്കുന്നത്. ഈസും അതെ, വാസും അതെ, സിംഗുലർ വെർബാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫിസിക്സ് ബ്രാഞ്ച് ഓഫ് സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണെന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ അത് ടെൻസിന്റെ കേസിൽ നോക്കുമ്പോൾ ടെൻസും കൂടി ഇവിടെ ചെറുതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ടെൻസ് പഠിക്കും, നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പൊ ടെൻസിന്റെ കാര്യം നോക്കുമ്പോൾ ഫിസിക്സ് നമ്മുടെ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണെന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണ് അല്ലെ. അതൊരു സയൻസിന്റെ ബ്രാഞ്ച് ആണെന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അങ്ങനെ ഇങ്ങനത്തെ ഫാക്റ്റുകളൊക്കെ പറയില്ലേ നമ്മൾ, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഇങ്ങനത്തെ ഫാക്റ്റുകളൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ സിമ്പിൾ പ്രസന്റ് ടെൻസിലേ പറയുള്ളൂ.
അതുകൊണ്ടാണ് അവിടെ വാസ് വെക്കാതെ ഈസ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ടെൻസും കൂടിയും പഠിക്കുമ്പോൾ ശരിയാവും, നിങ്ങൾ പേടിക്കേണ്ട. അടുത്തൊരു എക്സാമ്പിൾ നോക്കി. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ അവിടെ ഈസ് വെച്ചിരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ മംസ് ഈസ് എ ഡേഞ്ചറസ് ഡിസീസ് അല്ലേ. മംസ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ഡിസീസാണ്. അപ്പോൾ അവിടെ ഈസ് അല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സിംഗുലർ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും അവിടെ ആർ വെക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, മറ്റൊന്നും തന്നെയില്ല. അതേപോലെ തന്നെ ദ ന്യൂസ് വാസ് നോട്ട് കറക്റ്റ്. ദ ന്യൂസ് വാസ് നോട്ട് കറക്റ്റ്. ആ ന്യൂസ് ശരിയല്ല എന്നല്ലേ. ദ ന്യൂസ് വാസ് ആണ് വെച്ചിരിക്കുന്നത്, വേറല്ല വെച്ചിരിക്കുന്നത്. ദ ന്യൂസ് വാസ് നോട്ട് കറക്റ്റ് എന്നുള്ളത്. അടുത്ത രണ്ട് എക്സാമ്പിൾ നോക്കാം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് വെരി റിച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെ, എസ് ചേർത്താണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം അത് പ്ലൂരൽ ആണെന്നല്ല, മനസ്സിലായില്ലേ. നമ്മളൊരു രാജ്യത്തിന്റെ പേരിന്റെ കൂടെ എസ് ചേർത്ത് വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിന്റെ കൂടെ എസ് ചേർത്ത് വരുന്നു, ഏതെങ്കിലും അസുഖത്തിന്റെ പേരിന്റെ കൂടെ എസ് ചേർത്ത് വരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് പ്ലൂരൽ ആണെന്നല്ല അതിന്റെ അർത്ഥം, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ അവിടെ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അവിടെ ഈസ് ആണ് വന്നിരിക്കുന്നത്, അത്ര ഇവിടെ പറയുന്നുള്ളൂ. ദ അറേബ്യൻ നൈറ്റ്സ് ഡീൽസ് വിത്ത്, ഡീൽ വിത്ത് എന്നല്ല കൊടുത്തിരിക്കുന്നത്, ഡീൽസ് വിത്ത്. കാരണം വെർബിന്റെ കൂടെ എസ് ചേർത്താൽ അത് സിംഗുലർ ആണ് അല്ലെ. നമ്മുടെ നൗണിന്റെ കൂടെ എസ് ചേർത്താൽ അത് പ്ലൂരലും, വെർബിന്റെ കൂടെ എസ് ചേർത്താൽ അത് സിംഗുലർ ആണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ ദ അറേബ്യൻ നൈറ്റ്സ് ഡീൽസ് വിത്ത് സം ഇമാജിനറി സ്റ്റോറീസ്, മനസ്സിലായില്ലേ. ഇത് ആദ്യത്തെ റൂളുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. മൈ ട്രൗസേഴ്സ് ആർ സ്റ്റോളൻ. മൈ ട്രൗസേഴ്സ് ആർ സ്റ്റോളൻ അല്ലെ. ട്രൗസേഴ്സ് അവിടെ എന്താ ആർ, കാരണം ട്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമുള്ള വസ്തുക്കളാണ്, രണ്ട് പാർട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആർ വെക്കണം. ഹെർ സ്പെക്ടാക്കിൾ ഹാവ് ബീൻ ബ്രോക്കൺ. ഹെർ സ്പെക്ടാക്കിൾസ് അല്ലെ. ഹെർ അവളുടെയാണ്, പക്ഷെ എങ്കിലും കൂടി സ്പെക്ടാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ഭാഗം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഹാവ് ബീൻ ആണ് വെച്ചത്, ഹാസ് ബീനോ അല്ല വെച്ചത്, ഹാവ് ബീൻ ബ്രോക്കൺ എന്നാണ് വെച്ചത്. അടുത്ത എക്സാമ്പിൾ. മൈ സിസേഴ്സ് നീഡ് എ റീപ്ലേസ്മെന്റ്. മൈ സിസേഴ്സ് നീഡ് എ റീപ്ലേസ്മെന്റ്. മൈ സിസേഴ്സ് അല്ലെ. അപ്പൊ പ്ലൂരൽ വെർബ് വേണം വെക്കാൻ. നീഡ് എന്ന് പറഞ്ഞാൽ പ്ലൂരലും, നീഡ്സ് എസ്, വെർബിന്റെ കൂടെ എസ് ചേർത്ത് വന്നാലാണ് അത് സിംഗുലർ ആയി മാറുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നീഡ് ആണ് കൊടുത്തിരിക്കുന്നത്, പ്ലൂരൽ ആണ്, മനസ്സിലായില്ലേ. മൈ സിസേഴ്സ് നീഡ് എ റീപ്ലേസ്മെന്റ്. അതേപോലെ തന്നെ ബിവറേജ് LDC 2010 ചോദിച്ചതാണ്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സൂപ്പർ പവർ. ഡാഷ് എ സൂപ്പർ പവർ, ഈസ് എ സൂപ്പർ പവർ ആണ് അവിടെ ആൻസർ വന്നത്. അതേപോലെ തന്നെ ദ യുണൈറ്റഡ് നേഷൻ ഡാഷ് അവർ ഓൺലി ഹോപ്പ്. അത് ലാബ് അസിസ്റ്റന്റ് 2006 ചോദിച്ചാണ്. കണ്ടോ, സ്ഥിരം ഇങ്ങനത്തെ ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ യുണൈറ്റഡ് നേഷൻസ് എന്ന് വന്നെങ്കിലും അവിടെ നമുക്ക് ഓപ്ഷനിൽ നിന്നും ഈസ് ആണ് സെലക്ട് ചെയ്തത്. ആർ ഉണ്ട്, ഈസ് ഉണ്ട്, വേർ ഉണ്ട്, വിൽ ഹാവ് ബീൻ ഉണ്ട് അല്ലെ. അവിടെ സിംഗുലർ ആയിട്ടുള്ളത് ഈസ് ആണ്, അതുകൊണ്ട് ഈസ് ആണ് സെലക്ട് ചെയ്തത്. അതേപോലെ ദ പോലീസ് ഡാഷ് നോ ഐഡിയ. ദ പോലീസ് ഡാഷ് നോ ഐഡിയ. ഓപ്ഷനിൽ ഹാസ് ഉണ്ട്, വിൽ ഉണ്ട്, ഹാവ് ഉണ്ട്, ഷോൾ ഉണ്ട് അല്ലെ. ദ പോലീസ് വന്നാല്, പീപ്പിൾ വന്നാല്, പബ്ലിക് വന്നാല്, കാറ്റിൽ വന്നാല് അല്ലെ. പ്ലൂരൽ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് ഓപ്ഷനിൽ പ്ലൂരൽ വെർബ് ഏതാണ്, ഹാവ് ആണ്. ഹാവ് നോ ഐഡിയ. ദ പോലീസ് ഹാവ് നോ ഐഡിയ എന്നാണ് വരാം, മനസ്സിലായില്ലേ. സംഭവം സിമ്പിൾ ആണ്. ആ വാക്കുകൾ നമുക്കൊന്ന് പരിചയം ഉണ്ടാകണം എന്നേ മാത്രമേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിളുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിക്കോളും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ല നന്നായി മനസ്സിലായി ഓക്കെ ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ് എനിക്കൊരു ആശ്വാസം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.